വചനം വചനം ത്രിയേക ദൈവമം വചനം വചനം. വർഷങ്ങൾക്ക് മുമ്പ് ഒരിടവകയിൽ സേവനം ചെയ്യുന്ന സമയത്ത് തിരുനാളിൻ്റെ ചർച്ചകൾ മുന്നോട്ട് പോയപ്പോൾ അവിടെയുള്ള 1-2 പേർ വന്നിട്ട് പറഞ്ഞു, അച്ഛ, ഈ വർഷം നമുക്ക് തിരുനാൾ അടിപൊളിയാക്കണം. കരിമരുന്നും പ്രോഗ്രാമും പറ്റുമെങ്കിൽ ഗാനമേളയും ഇങ്ങനെ ഒരു ആഘോഷത്തെക്കുറിച്ചിട്ടുള്ള ചിന്തകൾ അവർ പങ്കുവച്ചപ്പോൾ മനസ്സിലൊരു വിഷമമാണ് ഉണ്ടായത്. കാരണം എല്ലാ ഇടവകകളിലും പെരുന്നാളുകളും തിരുനാളുകളും എല്ലാം ആഘോഷമാക്കുന്നതിനെ കുറിച്ച് ചർച്ച മാത്രമേ ഉള്ളൂ. ക്രിസ്മസും ഈസ്റ്ററും ദുഃഖവെള്ളിയും പോലും ആഘോഷങ്ങളാണ്. ആഘോഷത്തിൻ്റെ ഒരു കുറവ് എന്ന് ചോദിച്ചാൽ ആ ദിവസത്തിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആഘോഷത്തിൻ്റെ നിലനിൽപ്പ്. ഈ ഡിസംബർ 25 കഴിഞ്ഞാൽ അത് തീർന്നു. ഈസ്റ്ററിൻ്റെ തിരുനാൾ കഴിയുമ്പോൾ അവിടെ തീർന്നു. ഇടവക തിരുനാൾ അവിടെ തീരുകയാണ്. അതല്ലാതെ അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്നവരുടെ എണ്ണം വളരെ കുറവായിരുന്നു എന്നതാണ്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നമുക്കിത് ആഘോഷമല്ലല്ലോ, ഒരു പ്രഘോഷണമാണ് നമ്മുടെ എല്ലാം ജീവിതത്തിൽ തിരുനാൾ കൊണ്ട് ആവശ്യമെന്ന് ചർച്ച ചെയ്തപ്പോൾ അതിലവർക്ക് വലിയൊരു ആവേശം കണ്ടതായിട്ട് തോന്നിയില്ല എന്നുള്ളതാണ്. ഇന്ന് നമ്മളിവിടെ തെരസ്കാന്തോസിലൂടെ വിചിന്തനം ചെയ്യുന്നത് ഒരു വിശ്വാസത്തെ വികാരമാക്കി മാറ്റാൻ, വിശ്വാസത്തെ പ്രഘോഷണമാക്കി മാറ്റുക എന്ന ചിന്തയാണ്. ഈ വരുന്ന ഞായറാഴ്ച യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം 24 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നതും ഇത് തന്നെയാണ്. വിശ്വാസത്തെ ആഘോഷമാക്കുന്നതിന് പകരം പ്രഘോഷണമാക്കുവാനും അതൊരു വികാരമാക്കി മാറ്റുവാനും നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. ഇന്നത്തെ സുവിശേഷത്തിൽ യേശുവും ജനവും തമ്മിൽ ഒരുപാട് സംവാദങ്ങൾ, ഒരുപാട് സംസാരങ്ങൾ നടക്കുന്ന നമ്മൾ വായിക്കുന്നുണ്ട്. അതിലൊന്ന് ഇപ്രകാരമാണ്: നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവൻ്റെ അനശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുവിൻ എന്ന് ക്രിസ്തു പറയുമ്പോൾ അതെങ്ങനെ സാധിക്കും എന്നുള്ളൊരു ചോദ്യം ജനം ചോദിക്കുന്നുണ്ട്. അപ്പോൾ യേശു മറുപടി പറഞ്ഞത് ഇപ്രകാരമാണ്: ദൈവഹിതമനുസരിച്ചിട്ടുള്ള പ്രവർത്തികൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുക. അതെന്ത് എന്ന് ചോദിച്ചപ്പോൾ ക്രിസ്തു ഒന്നും കൂടി മറുപടി പറഞ്ഞു: അവനിൽ അയച്ചവനിൽ വിശ്വസിക്കുക. ആ ഒരു വിശ്വാസ ജീവിതം ക്രിസ്തു ആ ജനക്കൂട്ടത്തിൽ നിന്നും ആഗ്രഹിച്ചു എന്നതാണ്. അതിനുശേഷം വിശ്വാസം അവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ പിന്നീടുണ്ടാകുന്ന ഓരോ അവസരവും ക്രിസ്തുനാഥൻ ഉപയോഗിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. വിശ്വാസം വികാരമാക്കി മാറ്റിയാൽ മാത്രമാണ് വിശ്വാസം പ്രഘോഷിക്കപ്പെടുക എന്ന് നമ്മൾ നമ്മുടെ ജീവിതത്തിലൂടെ പ്രകടിപ്പിക്കുമ്പോൾ ഇതിലൊരു 3 കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാക്കേണ്ടതുണ്ട്. ഒന്നാമത്തേത്, യേശു ഒരു വികാരമായിട്ട് മാറണം. യേശു ഒരു വികാരമായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ യേശു എൻ്റേതായിട്ട് മാറുന്ന, യേശുവായിട്ട് മാറുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നതാണ്. ക്രിസ്തു ലോകത്തിനായിട്ട് തൻ്റെ ജീവൻ ബലി കൊടുത്തു. ലോകരക്ഷയ്ക്കായിട്ട് ക്രിസ്തുനാഥൻ മാറുമ്പോൾ ക്രിസ്തുവിൻ്റെ വാക്കുകളും ജീവിതവും ജീവിത രീതികളും നമ്മുടേതായിട്ട് മാറുന്നുണ്ടോ എന്നുള്ളതാണ്. ദിവികാരണം സ്വീകരിക്കുമ്പോൾ യേശുവിൻ്റെ കണ്ണായിട്ട് മാറാൻ, യേശുവിൻ്റെ കാതായിട്ട് മാറാൻ, യേശുവിൻ്റെ ചങ്കായിട്ട് മാറാൻ, യേശുവായിട്ട് മാറാൻ എനിക്ക് സാധിച്ചാൽ മാത്രമാണ് ആ ഒരു വികാരമായിട്ട് മാറി എന്ന് പറയാനായിട്ട് സാധിക്കുക, യേശുവായിട്ട് മാറാനായിട്ട് സാധിക്കും. നമ്മൾ ചില മക്കളെ കാണുമ്പോൾ പലപ്പോഴും പറയും അവൻ അപ്പനെ പോലെ ആകുന്നു എന്നുള്ളത്. നമ്മളെ കാണുമ്പോഴും മറ്റുള്ളവർക്ക് പറയുവാനായിട്ട് സാധിക്കണം പിന്നെ യേശുവിനെ പോലെയാണ് എന്നുള്ളത്. രണ്ടാമത്തേത്, പരിശുദ്ധാത്മാവ് നമുക്ക് വികാരമായിട്ട് മാറണം. നമ്മുടെ ചിന്തകൾ യഥാർത്ഥത്തിൽ ലോകത്തിൻ്റെതായിട്ട് മാറിയാൽ അധികാരങ്ങൾ, സ്ഥാനമാനങ്ങൾ, സൗന്ദര്യം, വസ്ത്രം, വലിയ വീട്, വലിയ വാഹനം, ഇന്നത്തെ ഈ ലോകത്തിൻ്റെ ഭൗതിക ചിന്തകൾക്കൊപ്പമാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ നമുക്കൊരിക്കലും വിശ്വാസത്തെ പ്രഘോഷിക്കാനായിട്ട് സാധ്യമല്ല. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മളുണ്ടാക്കുന്നൊരു മാറ്റം, അപ്പോസ്തലിക ജീവിതത്തിൽ അവർ നയിക്കപ്പെട്ടതെല്ലാം പരിശുദ്ധാത്മാവിനാലാണ്. അതിനുശേഷം അവരുടെ ഭയപ്പാടുകളുണ്ടായിരുന്നില്ല. അവർക്ക് ഏത് കാലങ്ങളും ഏത് ദേശങ്ങളിൽ പോകാൻ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമുണ്ടായിരുന്നില്ല. എല്ലാവരുടെയും മുന്നിൽ അവരുടെ വിശ്വാസം പ്രഘോഷിക്കപ്പെടുകയാണ് ചെയ്തത്. അധികാരത്തെ ഭയമില്ലാതെ അവർ മുന്നേറി. സ്ഥാനമാനങ്ങളിൽ
സുഖലോലുപതകളിൽ അവർ അടിപതറിയില്ല. അവരുടെ ജീവിതം വലിയൊരു വിശ്വാസാക്ഷ്യമായിട്ട് നമ്മൾ മാറി. പിന്നീട് തുടർന്ന് സന്യസ്ത ജീവിതവും നമ്മുടെ എല്ലാം ജീവിതത്തിൽ കണ്ടുപഠിക്കുന്നത് ഇങ്ങനെ ആത്മാവിൽ നയിക്കപ്പെടുമ്പോൾ ഈ ലോകത്തെ ജയിക്കുവാനായിട്ട് സാധിക്കുന്നു എന്നതാണ്. ഇങ്ങനെ പരിശുദ്ധാത്മാവ് നമ്മുടെ വികാരമാക്കി മാറ്റുവാൻ നമുക്ക് സാധിച്ചാൽ യഥാർത്ഥത്തിൽ വിശ്വാസം പ്രഘോഷിക്കുവാനായിട്ട് സാധിക്കും എന്നതാണ്. വിശ്വാസം ലഹരിയായിട്ട് മാറുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങളും അതനുസരിച്ചിട്ട് വികാരപരമായിട്ട് മാറുന്നുണ്ട്. ഇതാണ് മൂന്നാമത്തെ ചിന്ത. യാക്കോബ് ശ്ലീഹ ലേഖനത്തിൽ പ്രകാരം പറയുന്നു, പ്രവർത്തനരഹിതമാവുന്ന വിശ്വാസം നിർജീവമാണ്. അതുകൊണ്ട് കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക ഇന്നിൻ്റെ ആവശ്യമാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്ത് ക്രിസ്തീയ വിശ്വാസം പ്രചരിച്ചപ്പോൾ അവർ ചെന്നിടങ്ങളിലെല്ലാം ചെയ്തത് അറിവില്ലാത്തടത്ത് വിദ്യാലയങ്ങളായി, രോഗാവസ്ഥകളിൽ ആതുര ശുശ്രൂഷാലയങ്ങളായി, വിശപ്പുള്ളിടത്ത് ഭക്ഷണമായി, തണുപ്പുള്ളിടത്ത് വസ്ത്രമായി, ഭവനരഹിതർക്ക് വീടായി ഈ വിശ്വാസം മാറിയ കാഴ്ച നമ്മൾ കണ്ടു. ഇന്നിൻ്റെ എല്ലാം കാലഘട്ടത്തിൽ നമുക്കറിയാം, വയനാട്ടിൽ ഉരുൾപൊട്ടൽ നടക്കുന്ന സംഭവം, എത്രയോ പേർ ഓടിയെത്തുന്നവിടെ അവരെ രക്ഷിക്കാനായിട്ട്. അവരെല്ലാം വന്നത് മറ്റുള്ളവരെ രക്ഷിക്കാനായിട്ടാണ്. അവരുടെ ജീവിതം പോലും മാറ്റിവെച്ചുകൊണ്ട് ഓടി വന്നുകൊണ്ട് അവർ രക്ഷിക്കുന്ന ആ സമയത്ത് ഒരുപാട് പേരുടെ ജീവൻ നഷ്ടപ്പെടുന്നുണ്ട്. ഇതൊരു വികാരമായിട്ട് മാറണം എന്നുള്ളതാണ്. പ്രകൃതിക്ഷോഭങ്ങളുണ്ടാകുമ്പോൾ, പ്രളയങ്ങളുണ്ടായപ്പോൾ, പകർച്ചവ്യാധികൾ വരുമ്പോഴെല്ലാം നമ്മുടെ വിശ്വാസം പ്രവർത്തിക്കുവാൻ, വിശ്വാസം അവിടങ്ങളിലേക്ക് ചെന്നെത്തിക്കുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനൊരു വികാരമായിട്ട് മാറുമ്പോൾ മാത്രമാണ് നമ്മുടെ വിശ്വാസത്തിന് എല്ലാ സ്ഥലത്തും എത്തിച്ചേരുവാനായിട്ട് സാധിക്കുക. അങ്ങനെ ആ വിശ്വാസം പ്രഘോഷിക്കപ്പെടുകയാണ് ഓരോ കാലഘട്ടങ്ങളിലും ഓരോ വ്യക്തികളിലൂടെയും. അതുകൊണ്ട് വിശ്വാസം വെറുതെ ആഘോഷിക്കാനായിട്ടുള്ളതല്ല എന്ന ചിന്ത ഇന്നത്തെ വചനത്തിലൂടെ നമുക്ക് നൽകുമ്പോൾ അതൊരു പ്രഘോഷണമാക്കി മാറ്റുവാനായിട്ടുള്ള അനുഗ്രഹങ്ങളും കൃപകളും നമുക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യേശുവിനൊരു വികാരമാക്കി മാറ്റാം, പരിശുദ്ധാത്മാവിനെ വികാരമാക്കി മാറ്റാം, പ്രവർത്തനങ്ങളെ നമുക്കൊരു വികാരമാക്കി മാറ്റാം. അതിനെ നമ്മൾ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.